ഒരു മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ഖബറിൽ ആദ്യമായി അനുഭവിക്കുന്ന രംഗം അല്ലേ, അത് നമ്മൾ പറഞ്ഞു. ഞാനും നിങ്ങളും എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന രംഗാണ്. ആദ്യത്തെ രംഗാണ് പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിന്റെ മേലെ, പുല്ലിടുന്ന ചോടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിന്മേലെ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിന്റെ മേലെ, പുല്ലിടുന്ന ചോടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിന്മേലെ, നാം തുള്ളി നടക്കേണ്ട മണ്ണിന്മേലെ. വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ. വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ. പൊന്നുപ്പയെന്ന വിളയും മക്കൾ മാറ്റുമേ, നിന്നുറ്റവർ പോലതേറ്റു ചൊല്ലുമേ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിന്റെ മേലെ, പുല്ലിടുന്ന ചോടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിന്മേലെ. അല്ലാഹുവേ, മരിച്ച് ഖബറിന്റെ അകത്ത് നമ്മുടെ ജനാസ കൊണ്ടുവെക്കുമ്പോൾ ആരാരുമില്ലാത്ത ഖബറിന്റെ അകത്ത് നമ്മൾ തനിച്ചു കിടക്കുന്ന സമയത്ത് ഒറ്റയ്ക്കൊരു മയ്യത്തിനെ, ഖബറിലേക്ക് ഒരു മയ്യത്തിനെ ഇറക്കി വെക്കുന്ന രംഗമാണ് മുഅ്മിനീങ്ങളെ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത്. അതിന്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് കിടക്കാനുള്ള ഖബറിനെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്ക് റബ്ബേ, സ്വർഗത്തിന്റെ അനുരാഗങ്ങളാക്കണേ റഹ്മാനേ, സ്വർഗത്തിന്റെ അനുഭൂതികളുള്ള ഖബറാക്ക് റബ്ബേ. അല്ലാഹുവേ, ഇന്ന് കാടപ്പടിയിൽ മരണപ്പെട്ടു പോയ മുസ്തഫ എന്ന സഹോദരന്റെ വീട്ടിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി പോയപ്പോ അവിടെ ആളുകൾ പറഞ്ഞു, ഉസ്താദേ 21 ദിവസങ്ങൾക്ക് മുമ്പാണ് ഉമ്മ മരണപ്പെട്ടത്. അറിവിന്ദിലാവിന്റെ മജ്ലിസ് എന്നും കേൾക്കുന്ന കുടുംബമാണ്. അല്ലാ, ഈ മജ്ലിസ് 796ാമത്തെ മജ്ലിസ് നടക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ ഖബറിലാണ് റബ്ബേ. ആ ഉമ്മാന്റെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണമല്ലാ. ആ ഉമ്മ പോയതുപോലെ ഇന്ന് അവിടുത്തെ പൊന്നുമോനും മുസ്തഫ എന്ന പൊന്നുമോനും പോയിരിക്കുന്നുവല്ല. ഈ നല്ല മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവരെ ഖബറെല്ലാം നീ വിശാലമാക്കണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പൊ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞെടുത്ത് മുഅ്മിനീങ്ങൾ അത് എഴുതി വെക്കണം. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ജനാസ ഖബറിന്റെ പുറത്ത് വന്ന് അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് അല്ലേ, ഓർമ്മയുണ്ടോ? ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഫാത്തിമ ബീബിന്റെ മയ്യത്തിനെ, ഫാത്തിമ ബീബിയുടെ ജനാസയെ ഖബറിന്റെ പുറത്ത് വെച്ചിട്ട് മഹാനായ അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു ഖബറിനോട് പറഞ്ഞ, ഖബറേ, ഇത് ഫാത്തിമ ബീബിയുടെ ജനാസയാണ്, ഫാത്തിമ ബീവിയുടെ മയ്യത്താണ്, ശ്രദ്ധിച്ചോളണം. ഇത് ഫാത്തിമ ബീവിന്റെ മയ്യത്താണ്, ശ്രദ്ധിച്ചോളണം. എഴുതി വെച്ചില്ലേ? എഴുതി വെച്ചോ?
എഴുതി വെക്കണം കേട്ടോ. ചരിത്രങ്ങളൊക്കെ എഴുതി വെക്കുക. അള്ളാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. എഴുതി വെക്കണം. എന്റെ മുത്ത് മുഅ്മിനീങ്ങൾ, ഉമ്മമാരും ബാപ്പമാരും സഹോദര സഹോദരിമാരും ഈ ചരിത്രങ്ങൾ എഴുതി വെക്കണം. ഹദീസുകളും പോയിന്റുകളും എഴുതി വെക്കണം. അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം തരട്ടെ. അപ്പൊ പറഞ്ഞു വരട്ടെ, ബാക്കി വിഷയം ഇൻഷാ അല്ലാഹ് പറഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു. മയ്യത്തിനെ ഖബറിൽ ഇറക്കി വെച്ച് മൂടുകല്ല് വെച്ച് എല്ലാ ആളുകളും 3 പിടി മണ്ണ് മാറി എറിയും. എല്ലാവരും 3 പിടി മണ്ണ് മാറി എറിയും. എന്നിട്ടോ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് ഒരു നല്ല ഒരു തൈ വന്ന് നടുകയാണ്. ഒരു പച്ച തൈ വന്ന് നടുകയാണ്. മയ്യത്തിന്റെ ഖബറിന്റെ തലയുടെ ഭാഗത്തോ കാലിന്റെ ഭാഗത്തോ ഒരു ചെടി വന്ന് നടുകയാണ്. പള്ളിപ്പറമ്പിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്തിനാണെന്നറിയോ? എന്തിനാണ് മയ്യത്തിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ചെടി നടുന്നത്? എന്തിനാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു പള്ളിപ്പറമ്പിന്റെ സമീപത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് മുത്തുനബി എപ്പോഴും പറയുമായിരുന്നു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അല്ലാഹുവേ, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് നീ പുറത്തു കൊടുക്കണം. ഏത് സമയത്ത് പള്ളിപ്പറമ്പിന്റെ സമീപത്തിലൂടെ പോകുമ്പോഴും സലാം പറഞ്ഞിട്ട് പോവണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനല്ലെങ്കിൽ നിങ്ങൾ നാളെ അവിടെ കിടക്കേണ്ടവരാണ്. നമ്മളെ കിടക്കുന്ന സമയത്ത് നമുക്കൊരു സലാം കിട്ടിയാൽ അത് നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. മഹാനായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബാ, ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ, ഈ മയ്യത്തിന്റെ ഖബറിൽ അദാബ് അനുഭവിക്കുകയാണ്. സ്വഹാബാ, സ്വഹാബത്തിന് പേടിയായി, സ്വഹാബത്തിന് പേടിയായി, സ്വഹാബത്തിന് പേടിയായി. റബ്ബേ, മുത്തുനബി എന്താ പറയുന്നത്? ഒരു ഖബർ ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്ത് അദാബ് അനുഭവിക്കുന്നുണ്ട്. സ്വഹാബ, ചെയ്തു പോയ പാപഭാരങ്ങൾക്ക് മുഴുവനും തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയതിന്റെ പേരിൽ ആ മയ്യത്ത് ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. സ്വഹാബ എന്ന് പറഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പച്ച തൈയിന്റെ ഒരു ചെടിയുടെ കൊമ്പ് കൊണ്ടുവരാൻ പറയുകയാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് കൊണ്ടുവരികയാണ്, ഒരു ചുള്ളിക്കമ്പ് കൊണ്ടുവരികയാണ്. പച്ച നിറത്തിലുള്ള അഥവാ പച്ചപ്പുള്ള ഒരു ചെടിയുടെ ഒരു തൈ ഒരു കഷ്ണം കൊണ്ടുവന്ന് മുത്തുനബിയുടെ കയ്യിൽ കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് എന്തെന്നറിയോ? ആ ഖബറിന്റെ മുകളിൽ ആ പച്ച തൈ അങ്ങ് നടുകയാണ്. എന്നിട്ട് മുത്തു റസൂലുള്ള പറയുന്ന, സ്വഹാബാ, ഈ തൈ ഇവിടെ പച്ച പിടിച്ച് തളർത്തു നിൽക്കുന്ന കാലത്തോളം ഈ മയ്യത്തിന് വേണ്ടി ആ ചെടികളെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടേ. സ്വഹാബാ, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടേ. സ്വഹാബാ, അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ പള്ളിപ്പറമ്പുകളിൽ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവർക്ക് ഉണ്ട് ചില ആളുകൾ. അവർക്ക് മുത്തുനബി ചെയ്തതിന്റെ, അവർക്ക് മുത്തുനബി അങ്ങനെ ചെയ്തതിന്റെ ആവശ്യം അറിയൂല. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന് റാഹത്ത് കിട്ടാൻ പച്ചപ്പ് ഖബറിന്റെ മുകളിൽ വന്ന് കുത്തിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ
ഉമ്മാന്റെ ഖബറിന്റെ മുകളിലുണ്ടല്ലോ, നമ്മുടെ ബാപ്പയുടെ ഖബറിന്റെ മുകളിലുണ്ടല്ലോ. പള്ളിപ്പറമ്പിലേക്ക് ചെന്നാ നിങ്ങൾക്ക് കാണാമല്ലോ, ഖബറിന്റെ രണ്ട് ഭാഗത്തും നല്ല മൈലാഞ്ചി ചെടികള്, അതല്ലെങ്കിൽ ഖബറിന്റെ രണ്ട് ഭാഗത്തും നല്ല ചെടികളെ കാണാമല്ലോ. അതിന് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് നന്നാക്കാറുണ്ടല്ലോ. അല്ലാഹുവേ, അതുകൊണ്ടാണ് മരണപ്പെട്ട മയ്യത്തിനെ ഖബറിൽ ഇറക്കി വെച്ചതിന് ശേഷം പച്ച ഇലകൾ കൊണ്ടുവന്ന്, പച്ച തയ്യ് കൊണ്ടുവന്നിട്ട് ആ മയ്യത്തിന്റെ ഖബറിന്റെ സമീപത്ത് കുഴിച്ചിടുമ്പോ നമ്മൾ വന്ന് വെള്ളമൊഴിക്കാറുണ്ടല്ലോ. ആ തയ്യങ്ങാനം വളർന്നു കഴിഞ്ഞാ, ആ തയ്യങ്ങാനം പച്ച പിടിച്ചു കഴിഞ്ഞാൽ, ആ തയ്യവിടെ നിലനിൽക്കുന്ന കാലത്തോളം ആ മയ്യത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് ആദരവായ റസൂലുള്ള നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്ത് പോകുമ്പോ നോക്കണം മോനെ, പാപ്പാന്റെ ഖബറിന്റെ സമീപത്ത് പോകുമ്പോ നോക്കണം മോനെ, നോക്കണം മോളെ. എന്റെ പ്രിയപ്പെട്ട പാപ്പമാരെ, നമ്മളെ ഖബറിന്റെ സമീപത്ത് പോകുന്നവരാണ്, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഉമ്മാനെ പാപ്പാനെ നമ്മളെ സിയാറത്ത് ചെയ്യുന്നവരാണ്. ഉമ്മമാരെ, നിങ്ങളെ മക്കളോട് നിങ്ങൾ ഇടക്കൊക്കെ പറയണം, മോനെ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന നിന്റെ വാപ്പാന്റെ ഖബറിന്റെ മുകളിൽ ആ പച്ചച്ചെടിയുണ്ടോ എന്ന് നീ നോക്കണം മോനെ. അന്ന് കുഴിച്ചിട്ട മൈലാഞ്ചി ചെടി ബാപ്പാന്റെ ഖബറിന്റെ മുകളിലുണ്ടോ എന്ന് നോക്കണം മോനെ. നമ്മുടെ ഉമ്മാന്റെ ഖബറിന്റെ മുകളിലുണ്ടോ എന്ന് നോക്കണം മോനെ. അത് മൈലാഞ്ചി ചെടിയാണെങ്കിലും, ഒരു കുറുന്തോട്ടിയുടെ അപ്പയുടെ ചെടിയാണെങ്കിലും, ഏത് ചെടിയാണെങ്കിലും അത് ഉണങ്ങി പോവാതെ നമ്മൾ നോക്കണം. കാരണം അതവിടെ നിൽക്കുന്ന കാലത്തോളം ആ മയ്യത്തിന് ഖബറിന്റെ അകത്തതിന്റെ അതിന്റെ ഗുണങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് തസ്ബീഹ് ചൊല്ലുമെന്നാണ്, ആ മയ്യത്തിന് വേണ്ടി ദിക്ർ ചൊല്ലുമെന്നാണ്, ആ മയ്യത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്നാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ മറക്കരുതേ, എന്റെ ഉമ്മമാരെ മക്കളോടത് ഓർമ്മപ്പെടുത്താൻ മറക്കരുതേ. മനസ്സിലായോ? അപ്പൊ പള്ളിപ്പറമ്പില് മയ്യത്തിന്റെ ഖബറിന്റെ മുകളിൽ പച്ച ഇലകൾ, പച്ച തൈകൾ വന്ന് നടന്നത് എന്തിനാ? മനസ്സിലായോ? എഴുതി വെച്ചോളിട്ടോ, പോയിന്റ് എഴുതി വെച്ചോളി. മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ ഖബറടക്കിയതിന് ശേഷം ആ ഖബറിന്റെ മുകളിൽ തൈ വന്ന് നടന്നത് എന്തിനാ? എന്തിനാണ്? ആ മയ്യത്തിന് ആര് പൊറുക്കലിനെ തേടുന്നുണ്ട്? ആ തൈ വന്ന് പൊറുക്കലിനെ തേടുന്നുണ്ട്. ആ തൈ വന്നിട്ട് പൊറുക്കലിനെ തേടുന്നുണ്ട്. മറക്കണ്ട. ആ തൈ വന്നിട്ട് പൊറുക്കലിനെ തേടുന്നുണ്ട്. ഞങ്ങൾ മുമ്പൊരിക്കൽ എന്റെ കൂട്ടുകാരന്റെ ഒരു പ്രിയപ്പെട്ട ബാപ്പ മരിച്ചു. അപ്പോ വല്ലാത്ത കൂട്ടുകാരനാണ്, എന്റെ വലിയ സ്നേഹിതനാണ്. വിളിച്ചപ്പോ ഞാൻ പോയി. വല്ലാത്ത സ്നേഹിതനാണല്ലോ. അപ്പൊ ആ ബാപ്പാന്റെ ഖബറൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മോനോട്, മോനെ ഒരു തൈ കൊണ്ടുവാ. അപ്പോ തൈ കൊണ്ടുപോയപ്പോ തന്നെ ഒരാളിങ്ങനെ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. നമ്മള് അങ്ങോട്ടൊന്നും പോണ്ടല്ലോ. ഞാൻ പറഞ്ഞു മോനോട്, എന്റെ ബാപ്പന്റെ ഖബറല്ലേ മോനെ, ആ ഖബറിന്റെ മുകളില് ഒരു തൈ കൊണ്ടുവന്ന് കുഴിച്ചിട്ടുള്ള അത് ബാപ്പക്ക് പൊറുക്കലിന് തേടും. അങ്ങനെ ഉണ്ട് സൊഫോ? എന്റെ കൂട്ടുകാരനാണല്ലോ, അപ്പൊ എന്നെ സൊഫോ എന്ന് വിളിക്കും. അങ്ങനെ ഉണ്ട് സൊഫോ? കൂടെ പഠിച്ചാളോ? ആ അങ്ങനെ ഉണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊണ്ടുവന്ന് അപ്പൊ എന്നോട് പറഞ്ഞേ, ഇജ എന്നോട് കുഴിച്ചിട്ടുള്ള, ഞങ്ങൾ സ്നേഹിതന്മാരാണ്, ഇജ എന്നെ വെച്ചോളാം. ഞാൻ വെച്ചപ്പോ മറ്റേ കാക്ക വന്ന് കണ്ട് അടുത്ത് വെച്ചിടുന്നു. അപ്പൊ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു മോനെ, എന്റെ വാപ്പന്റെ ഖബറല്ലേ, നീ തന്നെ വെച്ചോളാം. ഓൽക്കത് അറിയാത്തത് കൊണ്ടാണ്. നമ്മളവിടെ പ്രശ്നത്തിനോ തർക്കത്തിനോ ഒന്നും നിന്നില്ല. ഓൽക്കത് അറിയാത്തത് കൊണ്ടാണ്. ഓൻ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, ഖബറിന്റെ മുകളിൽ അങ്ങനെ തയ്യൊന്നും വെക്കാൻ പാടില്ല, ഖബറിന്റെ സമീപത്ത് തയ്യൊന്നും, മുകളിൽ എന്ന് പറഞ്ഞാൽ സമീപത്ത് തയ്യൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. അല്ലാതെ അവിടെ അടിക്കും പിടിക്കും നിൽക്കണ്ട, പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ സംഗതി തീർന്നു. ഞാൻ ആ മോനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, മുത്തുനബി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന് അതിന്റെ ഗുണം കിട്ടും. അതുകൊണ്ട് മോന്റെ വാപ്പക്ക് വേണ്ടിയിട്ടല്ലേ മോൻ അങ്ങനെ ചെയ്തു. ഓൻ കുഴിച്ചിട്ടപ്പോ പിന്നെ പ്രശ്നമൊന്നുമില്ല.
അപ്പൊ പറഞ്ഞു വരുന്നത് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ അതാ ഞാൻ പറഞ്ഞത് എഴുതി വെക്കി എന്ന് പറഞ്ഞു. നമ്മളെ മക്കളും നമ്മളെ പേരക്കുട്ടികളൊക്കെ ഏത് രൂപത്തിലാണ് വളരാന്ന് അറിയില്ല. ഓല അറിവ് നിലാവിന്റെ റമദാൻ നിലാവിന്റെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ റബ്ബേ ഇങ്ങനെയൊക്കെ ഹദീസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ, ഓലൊന്ന് പഠിക്കല്ലേ. അതാ ഞാൻ പറഞ്ഞ എഴുതി വെച്ചോളി. മക്കള് ബിദ്അത്തിലേക്ക് പെട്ടുപോകരുത്. നല്ല സ്വാലിഹായ നല്ല മക്കളായി വളരണം. എല്ലാവരും നന്നാവണം, എല്ലാവരും നന്നാവണം. ആരും വഴിപ്പിച്ച് പോകരുത്. ഒരാളും നമ്മളോ മറ്റുള്ളവരോ നരകത്ത് പോയിട്ടൊന്നും കിട്ടില്ലല്ലോ. നമ്മളും എല്ലാവരും നന്നാവാൻ വേണ്ടത്. അവരും നന്നാവണം, നമ്മളും നന്നാവണം. അള്ളാഹു നമ്മളൊക്കെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ എഴുതി വെക്കണം എന്നില്ല. ഇടക്കിടക്ക് ഇങ്ങനെ പുട്ടില് തേങ്ങടും പോലെ ഇങ്ങനെ പറയണം. ഇടക്കിടക്ക് എഴുതി വെക്കണം കേട്ടോ. അപ്പോ അങ്ങനെയാണ് ആ പള്ളിപ്പറമ്പില് ആ മയ്യത്തിന്റെ സമീപത്ത് പച്ച ചെടികൾ ഇങ്ങനെ നട്ടുവെക്കുമ്പോ ശ്രദ്ധിക്കണം. വേറെല്ല കബറും വന്ന് അതങ്ങനെ പറിച്ചു. പള്ളിപ്പറമ്പിൽ വേറെ ചെടിയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ആ കബറിന്റെ അടുക്കിൽ നിന്ന് ഒരു കൊള്ളിയൊക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഓല കുടുംബക്കാരോട് പറയണം അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യുമല്ല, അങ്ങനെ നമ്മൾ പച്ച ചെടി നടുകയാണ്, വെള്ളമൊഴിക്കുകയാണ്. പിന്നെ ഉസ്താദ് വന്നിട്ട് ദുആ ചെയ്യുകയാണ്, ഫാത്തിഹ വിളിച്ച് ദുആ. അതിന്റെ മുമ്പതാ പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് മയ്യത്തിന്റെ തലയുടെ ഭാഗത്തൊരു ഇരുത്തമുണ്ട്. മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് ഇരുന്നുകൊണ്ട് പറയുന്നതാണ് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ. അല്ലാഹുവേ 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 അല്ലാഹുവേ, ആ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് വന്നിട്ട് നമ്മൾ പറയുന്നതാണ് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികുല്ലാഹികോ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ റമദാനിൽ ഉസ്താദി പറയുന്നതൊക്കെ നിങ്ങൾക്ക് വരാനുള്ളതാണ് മോളെ, നിങ്ങൾക്ക് വരാനുള്ളതാണ് ഉമ്മ, എനിക്ക് വരാനുള്ളതാണ് ഉമ്മ. ഞാൻ മരണപ്പെട്ട ഖബറിന്റെ കത്തി എന്നെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നതാണ്. അങ്ങനെ ദുആ ചെയ്യണമെന്ന്, അങ്ങനെ തൽക്കീൻ ചെല്ലണമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഅ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ എന്നിങ്ങനെ ചൊല്ലിയിട്ട് അല്ലാഹ് എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ് കുൻത തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തശ്ഹദു അന്നൽ മൗത ഹഖുൽ. മരണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മയ്യത്തിന്റെ തലയുടെ ഭാഗത്തിരുന്നു കൊണ്ട് നമ്മൾ പറയുകയാണ് വ അന്നൽ ഖബറ ഹഖോ, ഖബർ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വ അന്ന സുആല ഹഖുൽ, ഖബറിന്റെ അകത്ത് ചോദ്യമുള്ളത് സത്യമാണ്. വ അന്നൽ മീസാന ഹഖോ, നന്മയും തിന്മയും തൂക്കുന്ന മീസാൻ എന്നുള്ളത് സത്യമാണ്. വ അന്ന സിറാത്ത ഹഖുൽ, സിറാത്ത് വാന സത്യമാണ്. വ അന്നൽ ജന്നത ഹഖോ വ അന്നൻ നാറ ഹഖോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ ഖബറിന്റെ സമീപത്ത് വന്ന ഉസ്താദ് ചൊല്ലുന്ന ദിക്റാണ്, തൽക്കീനാണ്. എന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന വാക്കുണ്ട്, ഓർമ്മയിൽ വെക്കണേ. ഇദാ ജാഅകൽ മലകാനി കരീമാനി ഹായിലാനിൽ മുസമ്മയാ ബിമുൻകരിൻ വനകീരിൻ അലൈഹിമുസ്സലാം. അല്ലാഹുവേ, ആ ഖബറിൽ കിടക്കുന്ന മയ്യത്തിനെ ഖബറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാ പിന്നെ ആദ്യമായി ഖബറിന്റെ സമീപത്തിൽ നിന്ന് ഉസ്താദുമാരെ ചൊല്ലുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. തൽക്കീന് ചെല്ലണമെന്നാണ്. മയ്യത്തിന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുകയാണ്. ഇദാ ജാഅകൽ മലക്കാന്, മയ്യത്തിനോട് നമ്മൾ പറയുകയാണ്. ഇതെല്ലാം മയ്യത്ത് കേൾക്കും പ്രിയപ്പെട്ടവരെ.
പിന്നെ മയ്യത്ത് ഖബറിൽ കിടന്ന് ഇതെല്ലാം കേൾക്കുകയാണ്. നമ്മളെ സലാം പറയുന്ന മയ്യത്ത് കേൾക്കുകയാണ്. മരണത്തോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല, മരണത്തോടുകൂടിയാണ് ജീവിതം തുടങ്ങുന്നതെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതും സലാം പറയുന്നതും ചൊല്ലുന്നതും ദുആ ചെയ്യുന്നതുമെല്ലാം ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്ത് അറിയുന്നുണ്ട് എന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ആ മയ്യത്തിനോട് നമ്മൾ പറയുകയാണ്, ഇദാ ജാഅകൽ മലക്കാനിൽ കരീമാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമുസ്സലാം. മുൻകർ നകീർ എന്ന മലക്കിന്റെ അടുക്കൽ വരുന്നതാണ് മയ്യത്തെ. ചിലപ്പോ നല്ല രൂപത്തിലാണ് വരുന്നത്, ചിലപ്പോ ചിലപ്പോ നിന്നെ ഭയാനകമായ പേടിപ്പെടുത്തുന്ന രൂപത്തിന് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ വന്നാലും മയ്യത്തെ നിന്നെ ഇരുത്തുന്നതാണ് മയ്യത്തെ, നിന്നെ ഉണർത്തുന്നതാണ് മയ്യത്തെ. നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും മയ്യത്തെ. അല്ലാഹുവേ, തൽക്കീനിൽ ഉസ്താദുമാരെ ചൊല്ലുന്നത് അതാണ്. നിന്റെ പേര് എന്താ? വമാ ദീനുകാ, നിന്റെ ദീനി ഏതാ? വമൻ റബ്ബുകാ, നിന്റെ റബ്ബ് ആരാ? വമൻ നബിയുകാ, നിന്റെ നബി ആരാ എന്നൊക്കെ നിന്നോട് ചോദിക്കുന്നതാണ് മയ്യത്തെ. ആ സമയത്തൊക്കെ നീ പറയണം മയ്യത്തെ, അല്ലാഹു റബ്ബി വ മുഹമ്മദ് റസൂലുള്ളാഹ്. നബി, എന്റെ നബി മുത്ത് നബിയാണ്, എന്റെ റബ്ബ് റബ്ബാണ്. ഇൻഷാ അല്ലാഹ് അത് മലക്ക് ഖബറിൽ ഇറങ്ങി വരുന്ന രംഗം ഞാൻ വിശദീകരിക്കുമ്പോ പറഞ്ഞു തരാ. മലക്ക് ഖബറിൽ ഇറങ്ങി വരുന്ന രംഗം പറയാനുണ്ട്, അത് വിശദമായി പറയേണ്ടതാണ്. അത് ആ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം. വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഉസ്താദുമാർ വന്ന് തൽക്കീൻ ചൊല്ലും. കൂടെ ഇതാ നാട്ടുകാരൻ കൂട്ടുകാരൻ ഖബറിന്റെ വട്ടം ഇങ്ങനെ കൂടുകയാണ്. അവരെ കാമീൻ പറയുകയാ, അവരെ കാമീൻ പറയുകയാ. അങ്ങനെ തൽക്കീന് കഴിഞ്ഞാൽ ഉസ്താദുമാർ വന്ന് യാസീൻ ഓതിയോ ഫാത്തിഹ ഓതിയോ ദുആ ചെയ്യുകയാണ്. നാട്ടുകാരൻ കൂട്ടുകാരൻ കുടുംബങ്ങളും മുറ്റവരെല്ലാം ദ്വാരിക്കുകയാണ്. ഇന്നലെ വരെ കൂടെ നടന്നവനല്ലേ, ഇന്നലെ വരെ കൂടെ നടന്നവളല്ലേ, ഇന്നലെ വരെ കൂടെ കൂടിയവരല്ലേ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് രാത്രി സമയത്ത് കിടന്നുറങ്ങിയതാ. അറിവിന്ദിലാവിന്റെ മജ്‌ലിസ് കഴിഞ്ഞ് ഒരുമയോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങിയതാ. ഇന്നലെ വരെ അങ്ങാടികളിൽ ഞങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നതാ. ഇന്നലെ വരെ പള്ളിയിലെ ജമാഅത്തിന് വന്നവരാ. ഇതൊക്കെ നമ്മൾ പറയൂരേ ചെറുപ്പക്കാരാ, ഇതൊക്കെ നമ്മൾ പറയൂരേ ഈമാനുള്ള പൊന്നുമോളെ. അങ്ങനെ നമ്മുടെ മയ്യത്ത് ഖബറിൽ നമ്മളെ ഒറ്റക്ക് കിടക്കുകയാണ്. ദുആ കഴിഞ്ഞ ഉസ്താദുമാരെ ഖബറിന്റെ അടുക്കിൽ നിന്ന് പിരിഞ്ഞു പോരോ. ദുആ കഴിഞ്ഞാൽ നാട്ടുകാര് പിരിഞ്ഞു പോരോ, കുടുംബക്കാര് പിരിഞ്ഞു പോരോ, കൂട്ടുകാര് പിരിഞ്ഞു പോരോ. ചെറുപ്പക്കാരാ, ആര് പിരിഞ്ഞു പോന്നാലും ഉമ്മാന്റെ ഖബറല്ലടാ മോനെ, ബാപ്പാന്റെ ഖബറല്ലേ ചെറുപ്പക്കാരാ. എല്ലാവരും പിരിഞ്ഞു പോന്നിട്ട് നീ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്തൊന്ന് നിൽക്കണേ, ബാപ്പാന്റെ ഖബറിന്റെ സമീപത്തൊന്ന് നിൽക്കണേ. അവരെ ഖബറിന്റെ സമീപത്ത് നിന്ന് ഫാത്തിഹ ഓതി ദുആർക്കണേ. അല്ലാഹുവേ, ഇന്നലെ വരെ എന്റെ ഉമ്മ കൂടെയുണ്ടായിരുന്നു, ഇന്നലെ വരെ എന്റെ ബാപ്പ കൂടെയുണ്ടായിരുന്നു. ഇന്നിതാ എന്റെ ഉമ്മാനെ എന്റെ ബാപ്പാനെ ഈ പച്ച മണ്ണിൽ ഇറക്കിയിട്ട് ഞാൻ പോവുകയാണ് അല്ലാ, ഞാൻ പോവുകയാണ് അല്ലാ, ഞാൻ പോവുകയാണ് റബ്ബേ. എന്റെ ഉമ്മാനെ ഈ പച്ച മണ്ണിൽ ഇറക്കി അല്ലാ. ഇനി എന്റെ ഉമ്മ ഇല്ലാത്ത ലോകമാണ് എനിക്കുള്ളത്, ഇനി എന്റെ ബാപ്പ ഇല്ലാത്ത ലോകമാണ് എനിക്കുള്ളത്. എന്റെ ഉമ്മ ഞാനില്ലാത്ത ലോകത്ത് ഇന്ന് മുതൽ ഒറ്റക്ക് ഉറങ്ങുകയാണ്. എന്റെ പുന്നാര ബാപ്പ സുഖമില്ലാതെ സിറ്റ് ഔട്ടിൽ
ഞാൻ വരുമ്പോ ചുമച്ചും കുരച്ചും ഇരിക്കും. എന്നെ കാത്തിരിക്കുമായിരുന്നു എന്റെ ബാപ്പ. ഇന്ന് ബാപ്പച്ചി ഖബറിലാണ് റബ്ബേ. ബാപ്പാക്ക് ശരീരം വേദന വരുമ്പോ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഇന്നാരുമില്ലാത്ത ഖബറിൽ ബാപ്പ തനിച്ചാണ്. കൂടെ കടന്ന പ്രിയപ്പെട്ടവൾ, എല്ലാത്തിനും കൂടെ നിന്ന ഭാര്യയാണ്. ആ ഭാര്യയുടെ മയ്യത്താണ് റബ്ബേ ഖബറിൽ കിടക്കുന്നത്. എന്റെ പുന്നാരമോനെ പുന്നാരമോള മയ്യത്താണ് ഖബറിൽ കിടക്കുന്നത്. അല്ലാഹുവേ, മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പിരിഞ്ഞു പോരാതെ മക്കളെ നമ്മുടെ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്തിൽ നിന്ന് ദുആ ചെയ്യണോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖബറിൽ ഇറക്കി വെച്ചതിന് ശേഷം ഉമ്മാന്റെ ഖബറിന്റെ സമീപത്ത് ഞാൻ കുറച്ചു നേരം നിന്നിട്ടാണ് പോന്നത്. ഉസ്താദുമാരെങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പോഴും ഉമ്മാന്റെ ഖബറിന്റെ സമീപത്ത് പോവാനുണ്ട്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രിയപ്പെട്ട ഉമ്മ എന്നുള്ളത് ഓർമ്മ വന്നാൽ ഉടനെ തന്നെ ഒരു ദിവസം ഒരു നേരമല്ല പല നേരവും ഉമ്മാന്റെ ഖബറിന്റെ സമീപത്ത് പോവാറുണ്ട്. നമ്മുടെ ഉമ്മയല്ലേ, നമ്മുടെ ബാപ്പയല്ലേ നമ്മുടെ വിജയം. പ്രിയപ്പെട്ടവരെ, അവരില്ലാത്ത ലോകത്ത് നമുക്ക് സന്തോഷമില്ല. അത് ഉമ്മയും ബാപ്പയും വിട പറയുമ്പോഴാണ് നിന്റെ വേദന അറിയുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കുക അല്ലാഹ്. ഇതൊന്നും ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാകൂല ചെറുപ്പക്കാരാ, ഇതൊന്നും ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാകൂല പെങ്ങളെ. കാരണം ഉമ്മയും ബാപ്പയും നിങ്ങളെ വീട്ടുമുറ്റത്തുള്ളത് കൊണ്ടാണ് അവരെ വില നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാവാത്തത്. പലപ്പോഴും അവരെ ശബ്ദിക്കുമ്പോ മിണ്ടല്ലേ എന്ന് പറയാറില്ലേ നിങ്ങള്. പലപ്പോഴും അവരുടെ സമീപത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനം വരുമ്പോ അവരെ ഗവൺമെന്റ് ചെയ്യാറില്ലേ നമ്മളെ. ഒരിക്കലും പാടില്ല. ആ തണൽ അല്ലാഹു നിങ്ങൾക്ക് ദീർഘകാലം നീട്ടിത്തരട്ടെ. ആ തണൽ അല്ലാഹു നിങ്ങൾക്ക് ദീർഘകാലം നീട്ടിത്തരട്ടെ. ഉമ്മയില്ലാത്ത റമദാനി ഒന്ന് ആലോചിച്ചു നോക്കൂ ചെറുപ്പക്കാരാ. പാപ്പയില്ലാത്ത റമദാനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ആ ഇല്ലാത്തതിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനകത്താൻ കഴിയൂല, അതിനകത്താൻ കഴിയൂല, ഒരിക്കലും അതിനകത്താൻ കഴിയൂല. റബ്ബേ, ഞങ്ങളെ ഉമ്മാക്ക് ദീർഘായുസ് കൊടുക്കണേ, ഞങ്ങളെ ബാപ്പക്ക് ദീർഘായുസ് കൊടുക്കണേ, ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ, ഞങ്ങളെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ. ഇതെല്ലാം മനസ്സിലാക്കിയാൽ വാടകക്ക് പോയി ഉമ്മായ ബാപ്പാനെ ഉപേക്ഷിച്ച് വാടകക്ക് പോയി നിൽക്കാൻ നമുക്ക് മനസ്സ് വരൂല്ല. അവരോട് പിണങ്ങി നിൽക്കാൻ നമുക്ക് മനസ്സ് വരൂല. ചരിത്രത്തിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോന്ന് കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോരമല്ലോ. കൂടുതൽ നേരം ആരും ഖബറിന്റെ സമീപത്ത് നിൽക്കൂല. എല്ലാരും പിരിഞ്ഞു പോന്ന് സാധാരണ അങ്ങനെ ഉണ്ടാവുക. എല്ലാവരും പിരിഞ്ഞു പോന്ന് എല്ലാവരും പിരിഞ്ഞു പോന്നാൽ പിന്നെ എന്റെ ഖബറിൽ ഞാൻ തനിച്ച്, ആരാരുമില്ലാത്ത ഏകാന്ത വീട്, ആരുമില്ല. എന്റെ ഖബറിൽ ഞാൻ മാത്രം, നിങ്ങളെ ഖബറിൽ നിങ്ങൾ മാത്രം. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു മടങ്ങി പോന്നില്ലേ? മക്കള് മടങ്ങി പോന്നില്ലേ? എല്ലാവരും മടങ്ങി പോരും. നമ്മൾ തനിച്ച് കിടക്കേണ്ട ലോകം, നമ്മൾ ഒറ്റക്ക് കിടക്കേണ്ട ലോകം. അല്ലാഹുവേ, അങ്ങനെ നമ്മൾ ഖബറിൽ തനിച്ച് കിടക്കുന്ന സമയം ആദ്യമായി ഖബറിൽ വരുന്ന അനുഭവം, ആദ്യമായിട്ട് ഖബറിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവം എന്താണ്? ഖബർ നമ്മോട് സംസാരിക്കുകയാണ്. ഖബർ നമ്മോട് സംസാരിക്കുകയാണ്. മിന്നൈന
എവിടെന്നാണ് വരുന്നത്? എവിടെന്നാണ് വരുന്നത്? മിന്നൈനാ, നീ എവിടെന്നാണ് വരുന്നത് മയ്യത്തെ? നിന്റെ പേരെന്താണ് മയ്യത്തെ? ഖബറാകുന്ന പച്ചമണ്ണ് മനുഷ്യനോട് സംസാരിക്കുകയാണ്. ഇരുട്ട് തിങ്ങി നിറഞ്ഞ ലോകത്ത് നമ്മൾ ചുറ്റക്ക് ജീവിക്കുമ്പോ ആ ഖബറാകുന്ന പച്ചമണ്ണ് നമ്മളോട് സംസാരിക്കുകയാണ്. നീ എവിടെന്നാണ് വരുന്നത് മയ്യത്തെ? നിന്റെ നാട് എവിടെയാണ് മയ്യത്തെ? നിന്റെ പേര് എന്താണ് മയ്യത്തെ? നീ എന്നെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ മയ്യത്തെ? ഒരു നാള് ഈ ഖബറിൽ നീ വരേണ്ടവനാണെന്ന ചിന്ത നിന്റെ മനസ്സിന്റെ അകത്ത് വന്നു പോയിട്ടുണ്ടോ മയ്യത്തെ? ചിന്തകളും ടെൻഷനുകളും പ്രയാസങ്ങളുമായി ജീവിക്കുന്നതിന്റെ ഇടയിൽ പലപ്പോഴും നീ എന്നെ മറന്നുപോയില്ലേ മയ്യത്തെ? നീ എന്നെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നുവോ? നീ എന്നെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരുന്നുവോ? അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്ത് അത്ഭുതപ്പെടുകയാണ്. ആരാണ് റബ്ബേ? ആരാണ് റബ്ബേ? എന്നോട് ഈ സംസാരിക്കുന്നതാരാ? എന്നോട് ഈ പറയുന്നതാരാ? ആരുമല്ല, ഖബറാണ്, ഖബറാണ്, ഖബറാണ്. ഖബറിന്റെ ചുമരുകളാണ് മയ്യത്തിനോട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഓരോ ഖബറും മയ്യത്തിനോട് വിളിച്ചു പറയുമെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അന ബൈത്തുൽ വഹദാ, അന ബൈത്തുൽ വഹദാ. ഖബറാകുന്ന പച്ചമണ്ണ്, ഖബറിൽ കിടക്കുന്ന മയ്യത്ത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പണ്ഡിതനാണെങ്കിലും സയ്യിദാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും മുതലാളിയാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലോ ആ ഖബറപടന്ന് പറയുന്ന ഒന്നാമത്തെ വാക്കാണ് അന ബൈത്തുൽ വഹദാ. ഇത് ഏകാന്തതയുടെ ഭവനമാണ്. ഇവിടെ ആരുമില്ല, ഇവിടെ നമ്മൾ തനിച്ചാണ്. ആരാ പറയുന്നത്? ഖബർ പറയുകയാണ്. ഓരോരുത്തരോടും ഖബർ വിളിച്ചു പറയുന്ന രംഗമാണ് അന ബൈത്തുൽ വഹദാ. ഇത് തനിച്ച് കഴിയേണ്ട വീടാ. ഇവിടെ പരിചാരകരില്ല, ഇവിടെ കൂട്ടുകാരില്ല, ഇവിടെ വളണ്ടിയർമാരില്ല, ഇവിടെ ഖാദിമീങ്ങളില്ല, ഇവിടെ സെക്യൂരിറ്റികളില്ല, ഇവിടെ ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളെ മരുമക്കളെ പേരമക്കളില്ല, കൂടെ നടന്നവനില്ല, തോളത്ത് കൈയിട്ടവനില്ല, കൂട്ടുകാരില്ല, പാടന്മാരില്ല. നീ തനിച്ചാണ്, നീ തനിച്ചാണ്. അന ബൈത്തുൽ വഹദാ. ഇത് ഏകാന്ത നിറഞ്ഞ വീടാണ്. ഇത് ഒറ്റക്ക് കിടക്കേണ്ട വീടാ. ഇനി മുതൽ നിന്റെ ജീവിതം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇനി നിന്റെ ജീവിതം ഒറ്റക്കുള്ള ജീവിതം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഒറ്റക്ക് ജീവിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഒറ്റക്ക് ജീവിച്ചിട്ടുണ്ടോ പെങ്ങളെ? ഒരു പ്രദേശത്ത് എന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ മാനസികമായി നമുക്ക് അസ്വസ്ഥത വരുമല്ലോ. എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോകണം, എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോകണോ, എങ്ങനെയെങ്കിലും ഉമ്മാന്റെ അടുക്കൽ പോകണോ, എങ്ങനെയെങ്കിലും ഭാര്യന്റെ ഭർത്താവിന്റെ അടുക്കൽ പോകണോ. കാരണം ഒറ്റക്ക് നിൽക്കുമ്പോ നമുക്ക് വലിയ അസ്വസ്ഥതയാണ്. അല്ലാ, ഖബറിന്റെ അകത്ത് ഒറ്റക്ക് കിടക്കുന്ന അവസ്ഥയൊന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. മാത്രമല്ല, ഖബർ നമ്മളോട് പറയുകയാണ് വഅന ബൈത്തുദ്ദോ. ഇത് പുഴുക്കൾ നിറഞ്ഞ ഭവനമാ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടെ പുഴുക്കൾ വരും മയ്യത്തെ. നിന്റെ ശരീരത്തിൽ പുഴുവരിക്കും മയ്യത്തെ. 3 ദിവസം കഴിഞ്ഞാ നിന്റെ കണ്ണിന്റെ ഭാഗത്തെ ആ കണ്ണ് നഷ്ടപ്പെടും മയ്യത്തെ. നിന്റെ മനോഹരമായ ശരീരമുണ്ടല്ലോ, നിന്റെ മനോഹരമായ ശരീരമുണ്ടല്ലോ, ആ ശരീരം പിന്നെ പുഴുക്കളാണ് മയ്യത്തെ. മുത്തുനബി പഠിപ്പിക്കുകയാണ്. ഖബർ വീണ്ടും മയ്യത്തിനോട് പറയുകയാണ് വഅന ബൈത്തുൽ ഫിറാഖ്.
ഇത് വിട്ടുപിരിയലിന്റെ വീടാണ്. ദുന്യാവുമായിട്ടുള്ള ബന്ധം വിട്ടുപിരിഞ്ഞു, ദുന്യാവുമായിട്ടുള്ള കണക്ഷൻ വിട പറഞ്ഞു. ഇനി ഇവിടെ നിന്നങ്ങോട്ടുള്ള ലോകമാണ്. നീ വലത് ഭാഗത്തേക്ക് നോക്കിയാലും ഇരുളാണ് മയ്യത്തെ, നീ ഇടത് ഭാഗത്തേക്ക് നോക്കിയാലും ഇരുളാണ് മയ്യത്തെ. ഇവിടെ ഒരു വെളിച്ചമില്ല മയ്യത്തെ, ഇവിടെ ഒരു പ്രകാശമില്ല മയ്യത്തെ. നിനക്കെന്തേ ഇങ്ങോട്ടൊരു പ്രകാശം കൊണ്ടുവന്നുകൂടായിരുന്നോ? നിനക്കെന്തേ ഇങ്ങോട്ടൊരു വെളിച്ചം കൊണ്ടുവന്നുകൂടായിരുന്നോ? നിനക്കറിയില്ലേ ഇത് ഇരുൾ നിറഞ്ഞ ഭവനമാണെന്നറിയൂലേ? ഇത് ഇരുട്ടറ നിറഞ്ഞ വീടാണെന്നറിയൂലേ? എന്തേ നിനക്കൊരു വെളിച്ചം ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടായിരുന്നോ? വെളിച്ചമില്ലാത്ത ഖബറിലേക്ക് വെളിച്ചം കൊണ്ടുപോകണം ചെറുപ്പക്കാരാ. വെളിച്ചമില്ലാത്ത ഖബറിലേക്ക് വെളിച്ചം കൊണ്ടുപോകണം പെങ്ങളെ. വെളിച്ചമില്ലാത്ത ഖബറിലേക്ക് വെളിച്ചം കൊണ്ടുപോകണം ഉമ്മമാരെ. അല്ലാഹുവേ, ഇന്നൊരു ചെറുപ്പക്കാരൻ വന്ന വെളിയങ്കോട് നിന്ന്, ഉസ്താദേ എന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 3 വർഷം തികയുകയാണ് ഉസ്താദേ. ഉമ്മാന്റെ ശരീരത്തിൽ ഉമ്മ അണിഞ്ഞിരുന്നൊരു ആഭരണമാണ് എന്ന് പറഞ്ഞിട്ട് ആഭരണം നിന്ന് ഉസ്താദ് യതീമക്കൾക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ആ വീട് വെച്ചു കൊടുക്കുന്നതിലേക്ക് ഉമ്മാന്റെ പേരിലെ സ്വർണ്ണാഭരണം സ്വീകരിച്ചിട്ട് ദുആ ചെയ്യണേ ഉസ്താദേ. അല്ലാഹ് ആ ഉമ്മാന്റെ ഖബറിലേക്ക്, ആ യതീമായ മക്കൾക്ക് വീടൊരുക്കുന്നതിലേക്ക് നൽകിയ സ്വർണം ഒരു പ്രകാശമായിട്ടാ ഉമ്മാക്ക് നീ എത്തിക്കണേറും തമ്പുരാനെ. ആ ഉമ്മാന്റെ ഖബറിനെ വിശാലമാക്കണേ റഹ്മാനെ. കൊണ്ടുപോകണം ചെറുപ്പക്കാരാ. ആരുമില്ലാത്ത ഖബറിലേക്ക് ഒരു വിഹിതം നമുക്ക് കൊണ്ടുപോകണം ചെറുപ്പക്കാരാ. ഉമ്മമാരെ, ആരാരുമില്ലാത്ത ഖബറിന്റെ അകത്തേക്ക് നമുക്കൊരു വെളിച്ചം കൊണ്ടുപോവണ്ടേ പെങ്ങളെ? കൂട്ടിനാറില്ല, കൂടാളില്ല, ഒരു സങ്കടം വന്നാൽ പറയാൻ ആരുമില്ല. ഇവിടുന്ന് നമുക്കൊരു സങ്കടം വന്നാൽ അയൽവാസികളെ വിളിക്കാലോ, കുടുംബങ്ങളെ വിളിക്കാലോ, കൂട്ടുകാരെ വിളിക്കാലോ. ഒരു അപകടം വന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാലോ. ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഫയർഫോഴ്സിനെ വിളിക്കാലോ. ഒരു അപകടം വന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടുകാരെ വിളിക്കാലോ. ഒരു അപകടം വന്നു കഴിഞ്ഞാൽ സന്നദ്ധ സേന പ്രവർത്തകരെ വിളിക്കാലോ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ നിന്ന് സഹായിക്കാൻ ആളുകൾ ഓടിയെത്തുന്നതാണ്. പ്രളയം വരുമ്പോഴും ദുരന്തങ്ങളെ വരുമ്പോഴും അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അല്ലാ, നാട്ടുകാരൻ കൂട്ടുകാരൻ മതം മറന്ന്, ജാതി മറന്ന്, രാഷ്ട്രീയം മറന്ന്, സംഘടന മറന്ന് കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇതെല്ലാം ഇവിടെ നിന്ന് ലഭിക്കുമെങ്കിൽ ഖബറാകുന്ന ലോകത്ത് നമ്മെ സഹായിക്കാൻ ആരുമില്ല പ്രിയപ്പെട്ടവരെ. ഖബറാകുന്ന ലോകത്ത് നമുക്കൊരു അപകടം വന്നു കഴിഞ്ഞാ, ഖബറാകുന്ന ലോകത്ത് നമുക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാ, ഖബറാകുന്ന ലോകത്ത് നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാ അവിടെ വെളിച്ചം തരാൻ ആളില്ല. അത് ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പേ നമ്മൾ ചെയ്തു വെക്കുക. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട അറിവിന്ദിലാവിന്റെ സ്നേഹഭവനമെന്ന യതീമക്കളുടെ വീടിന് വേണ്ടി നീക്കിവെക്കുള്ള ഓരോ സംഭാവനകളും നാളെ ഞങ്ങളെ ഖബറിൽ കിടക്കുമ്പോ അതിന്റെ സവാബ് ഞങ്ങളെ ഖബറിലേക്ക് എത്തിച്ചു തരണേ അല്ലാ. ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് കളിയാട്ടമുക്കുന്ന പ്രദേശത്തെ പള്ളിയിൽ ഞാൻ ബദ്രി മജ്ലിസിലെ പ്രഭാഷണത്തിന് പോയപ്പോ അവിടെ നിന്ന് എത്രയോ ഉമ്മമാനും പാപ്പമാനും ചെറുപ്പക്കാരും യതീമക്കളെ വീട്ടിലേക്ക് സഹായങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ അവരെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഖബറിലേക്ക് അതിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലാ. നീ നൽകണേ റഹ്മാനെ. ആ ഒരു സൽക്കർമ്മത്തിലൂടെ അവർ യതീമിന്റെ ഒരു ഉമ്മയാവുകയാണ്, അവർ യതീമിന്റെ ഒരു ബാപ്പയാവുകയാണ്, അവർ യതീമിന് ഒരു വീടൊരുക്കി കൊടുക്കുകയാണ്. റബ്ബേ, റബ്ബേ, നീ അവർക്ക് സ്വർഗം നൽകണേ അല്ലാ. അങ്ങനെ നമ്മളെ മരണപ്പെട്ട് ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ ഖബർ നമ്മോട് സംസാരിക്കുന്ന രംഗം അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പറയുകയാണ്.
പിന്നെ നമ്മൾ ഖബറിൽ എങ്ങനെ തനിച്ചിരിക്കും? ആരുമില്ലാതെ ഞാൻ എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്ക്, നിങ്ങളെ ഖബറിൽ നിങ്ങൾ ഒറ്റക്ക്, അങ്ങനെ തനിച്ചിരിക്കുന്ന സമയത്താണ് ആ ഇരിക്കുന്നത് നല്ല മയ്യത്താണോ? ആ ഇരിക്കുന്നത് നല്ല മയ്യത്താണോ? ഖബറിലേക്ക് ഒരു വെളുത്ത രൂപം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഖബറിലേക്ക് ഒരു വെളുത്ത രൂപം ഇങ്ങനെ ഇറങ്ങി വരും. ഇൻഷാ അല്ലാഹ് ആ ഖബറിലേക്ക് ഇറങ്ങി വരുന്ന വെളുത്ത രൂപം അത് എന്ത് രൂപമാണ്? അത് എന്താണ് നമ്മോട് വന്ന് പറയുന്നത് എന്നെല്ലാം നാളത്തെ വേളയിൽ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നേരത്തെ പറഞ്ഞ വിഷയം ഞാൻ പൂർത്തിയാക്കുകയാണ്. ഖബറിൽ അനുഭവിക്കുന്ന രണ്ടാമത്തെ രംഗം, ഖബറിൽ അനുഭവിക്കുന്ന രണ്ടാമത്തെ രംഗം. ഒന്നാമത്തെ രംഗം ഖബർ എടുക്കും, അത് നമ്മൾ പറഞ്ഞു, ഒന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. ഖബർ നമ്മോട് ചോദ്യം ചോദിക്കും, നീ എവിടെ നിന്നാണ് വരുന്നത്? നിന്റെ പേര് എന്താണ്? നീ എന്നെ കുറിച്ച് ആലോചിക്കാറുണ്ടോ? എത്രയോ തവണ നീ വാത് കേട്ടില്ലേ? എത്രയോ തവണ നീ ഖബറിനെ കുറിച്ച് പാട്ട് കേട്ടില്ലേ? വാത് കേട്ടില്ലേ? ഉസ്താദുമാരെ ഖബറിനെ കുറിച്ച് നിനക്ക് വാത് പറഞ്ഞു തന്നതാണ്. ഹദീസുകളിലൂടെ, ഖുർആനായത്തുകളിലൂടെ, മഹാന്മാരുടെ ഉപദേശങ്ങളിലൂടെ ഖബറിന്റെ അകത്ത് വിജയിക്കാറുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തന്നപ്പോ അതിനൊന്നും നീ സമയം കണ്ടെത്തിയില്ലല്ലോ. അല്ലാഹുവേ, സ്വാലിഹായ മയ്യത്താണ് ഖബറിന്റെ അകത്ത് കിടക്കുന്നതെങ്കിൽ, സ്വാലിഹായ മയ്യത്താണ് ഖബറിന്റെ അകത്ത് കിടക്കുന്നതെങ്കിൽ ആ ഖബറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും പേടിയില്ലാതെ ആ മയ്യത്ത് ആ ഖബറിന്റെ അകത്ത് ധൈര്യപൂർവ്വം ഇരിക്കുമെന്നാണ്. നേരെ മറിച്ച് അമലുകൾ കുറഞ്ഞവനാണെങ്കിൽ, സൽക്കർമ്മങ്ങൾ കുറഞ്ഞവനാണെങ്കിൽ, എന്നെ പോലെ നമ്മളെ പോലെ ഇബാദത്ത് കുറഞ്ഞവനാണെങ്കിൽ ഖബറിന്റെ അകത്ത് നിന്ന് ശബ്ദം കേൾക്കുമ്പോ പേടിയാ പ്രിയപ്പെട്ടവരെ. ഖബറിൽ നമ്മോട് സംസാരിക്കുമ്പോ പേടിയാ പ്രിയപ്പെട്ടവരെ. ഖബറിന്റെ അകത്ത് നിന്ന് സംസാരങ്ങൾ കേൾക്കുമ്പോ പേടിച്ചു പോകുന്നതാണ് അല്ലാഹ്. അങ്ങനെ ഖബറിന്റെ അകത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാ. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഒരു വെളുത്ത രൂപം ഖബറിലേക്ക് ഇറങ്ങി വരികയാണ്. അതിന് മുമ്പേ ഖബർ നമ്മെ പ്രസ് ചെയ്യുന്നുണ്ട്, ഖബർ നമ്മെ എടുക്കുന്നുണ്ട്. ഒരു മയ്യത്തിനെ ഖബറിൽ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ഇനി മറ്റൊരു രംഗം പറയട്ടെ, ഖബറിൽ നടക്കുന്ന മറ്റൊരു അത്ഭുതം പറയട്ടെ, എഴുതി വെക്കുക. ഖബറിന്റെ രണ്ട് ചുമര് കണ്ടിട്ടില്ലേ? ആ ചുമര് കൊണ്ട് മയ്യത്തിനങ്ങ് പ്രസ് ചെയ്യും. ആ മയ്യത്തിനെ പ്രസ് ചെയ്യുകയാണ്, ഇടുക്കുകയാണ്. ലുഖ്തത്തുൽ ഖബർ, ഖബറിന്റെ ഇടുക്കമാണ്. ഇത് എല്ലാവർക്കും വരാനുള്ള രംഗമാണ്. ഇത് എല്ലാവർക്കും വരാനുള്ള രംഗമാണ്. അറിയുമോ നിങ്ങൾക്ക്? ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഈ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവർ എഴുതി വെക്കണം കേട്ടോ. ഈ ചരിത്രം പറഞ്ഞിട്ട് ഇന്നത്തെ വാള് നിർത്തുകയാണ്. ഖബറാണ്, പേടിയാണ്, കരച്ചിലാണ്, സങ്കടമാണ്. അല്ലാഹുവേ, ഈ ചരിത്രം നല്ലതുപോലെ എഴുതി വെക്കണോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാരമോളെ മഹദിയായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ സൈനബ് എന്ന പ്രിയപ്പെട്ടവരുടെ ജനാസയെ ഖബറിലേക്ക് ഇറക്കി വെച്ചത് അല്ലാഹുവിന്റെ ഹബീബാണ്. ഖബറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഖബറിന്റെ സമീപത്തിൽ നിന്ന് മുത്തുനബി ദുആ ചെയ്തില്ലേ, അല്ലാഹ് എന്റെ സൈനബിനെ പൊറുക്കണേ അല്ലാഹ്. ഈ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവർ രണ്ട് കാതിലേക്ക് നല്ലതുപോലെ ശ്രദ്ധ കൊടുക്കുക. എന്റെ സൈനബിനെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. സ്വഹാബത്തെല്ലാം അടുത്തുണ്ട്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്റെ പ്രിയപ്പെട്ട പുന്നാര സൈനബ് ബീവി റളിയല്ലാഹു അൻഹ കുഞ്ഞുകുട്ടിയല്ലേ, വഫാത്തായി ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ മണ്ണ് വാരി എറിയുമ്പോ ഖബറിങ്ങനെ മണ്ണിട്ട് മോളുമ്പോ മുത്തുനബി ആ ഖബറിന്റെ അടുക്കൽ അങ്ങ് ഇരുന്ന് പോയി. അല്ലാഹ് അല്ലാഹ്, മുത്ത് ഹബീബിന്റെ കണ്ണങ്ങ് നിറയുകയാണ്. സ്വഹാബത്ത് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ തങ്ങളെ നിങ്ങൾ കരയുന്നത്? എന്തിനാ തങ്ങളെ? സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞില്ലേ നബിയേ? അത് അല്ലാഹുവിന്റെ ഖളാ അല്ലേ നബിയേ? ആരംഭ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞ മറുപടി എന്താ?
ഞാൻ കരഞ്ഞത് എന്തിനാ സ്വഹാബ? എന്റെ പാവപ്പെട്ട സൈനബിന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഖബർ വന്നിട്ട് എന്റെ സൈനബിന്റെ മയ്യത്തിനെ ഇടുക്കിപ്പോയി സ്വഹാബ. ഖബറിന്റെ 2 ചുമരുകൾ നിങ്ങളെ കണ്ടിട്ടില്ലേ സ്വഹാബ? ആ 2 ചുമരുകളെ കൊണ്ട് എന്റെ പൊന്നുമോള് സൈനബാൻ ഒന്ന് പ്രസ് ചെയ്ത് പോയി സ്വഹാബ. എന്റെ സൈനബിനെ അങ്ങ് പ്രസ് ചെയ്തപ്പോ ആരാ പറയുന്നത്? മുത്തഹബീബാണ്. അഹ്ലു ബൈത്തിൽ പെട്ട പൊന്നുമോളുടെ ഖബറിന്റെ അവസ്ഥയാണ് പറയുന്നത്. അത് ഖബറിന്റെ സ്വഭാവമാണ്. അത് ഖബറിന്റെ സ്വഭാവമാണ്. അത് ഖബറിന്റെ സ്വഭാവമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ ഖബർ വന്നിട്ടങ്ങ് പ്രസ് ചെയ്ത സമയത്ത് എന്റെ സൈനബിന്റെ വാരിയെല്ലുകൾ കൂട്ടിമുട്ടി പൊട്ടുന്ന ശബ്ദം എന്റെ കാതുകളിൽ ഞാൻ കേട്ടോയ് സാബാ. എന്റെ സൈനബിനെ ഖബറെടുക്ക് സാബാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഖബറിന്റെ സമീപത്ത് വന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹ് എന്റെ സൈനബിനെ ഖബറിന്റെ ദുഃഖത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്ത് അല്ലാഹ്. എന്റെ പാവപ്പെട്ട സൈനബിനെ ഖബറിന്റെ അദാബിൽ നിന്ന്, ഖബറിന്റെ 1ാമത്തെ ഞെരുക്കത്തിൽ നിന്ന്, ഖബറിന്റെ 1ാമത്തെ കൂട്ടിപ്പിടുത്തത്തിൽ നിന്ന്, ഖബറിന്റെ 2 ചുമരുകൾ അടഞ്ഞു നിന്നതിൽ നിന്ന് എന്റെ സൈനബിനെ സലാമത്താക്കണം അല്ലാഹ് എന്ന് ദുആ ചെയ്തപ്പോ ഖബറങ്ങ് വിടുകയാണ്. ഖബറിന്റെ 2 ചുമരുകൾ അങ്ങ് മാറി നിൽക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ സൈനബിനെ ഖബറെടുക്കുമോ നബിയേ? സൈനബിനെ ഖബറെടുക്കുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് മറുപടി പറയുകയാണ്, ഏതൊരു ഉമ്മവറ്റ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരെ ഖബറിൽ ഇറക്കിയാൽ ആദ്യമായി ഖബറിൽ വരുന്ന അനുഭവം അത് ലഗ്തത്തുൽ ഖബറാ. അത് ലഗ്തത്തുൽ ഖബറാണ്. അത് എല്ലാവർക്കും വരാനുള്ള അനുഭവമാണ്. ഇല്ല മക്കളെ രക്ഷപ്പെടൂല, ഇല്ല മക്കളെ രക്ഷപ്പെടൂല, ഇല്ല മക്കളെ രക്ഷപ്പെടൂല, ഇല്ല സ്വഹാബ രക്ഷപ്പെടൂല. ഒരു ഉമ്മ വറ്റാൻ കുട്ടിയും ആ ഖബറിന്റെ പിടിത്തത്തിൽ നിന്ന് രക്ഷപ്പെടൂല സ്വഹാബ. ഒരു ഉമ്മ വറ്റ മോനും ഖബറിന്റെ ആ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല സ്വഹാബ. ഫാത്തിമ ബീവിയുടെ മയ്യത്ത് ഖബറിന്റെ പുറത്ത് വെച്ചിട്ട് ഇത് ഫാത്തിമ ബീവിയുടെ മയ്യത്താണെന്ന് പറഞ്ഞപ്പോൾ പോലും ഖബർ പറഞ്ഞതെന്താണ്? ഇവിടെ നോക്കുന്നത് സ്വാലിഹായ അമലുണ്ടോ എന്നാണ്. തറവാടുത്തം ഇവിടെ വല പോകൂല, പണത്തിന്റെ പവർ പറഞ്ഞ് ഇവിടെ വല പോകൂല. ഞാൻ പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ കാര്യമില്ല, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ കാര്യമില്ല, ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ളവനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അമലു സ്വാലിഹാ, സ്വാലിഹായ അമലുണ്ടോ? സ്വാലിഹായ ഇബാദത്തുണ്ടോ? സ്വാലിഹായ അമല് ബാക്കിയുണ്ടോ? ആ അമലുണ്ടെങ്കിൽ മാത്രമാണ് എന്റെ വീട്ടിന്റെ അകത്ത് നിങ്ങൾക്ക് രക്ഷയുള്ളതെന്ന് ഖബർ നമ്മോട്, ആ പച്ചമണ്ണ് നമ്മോട് വിളിച്ചു പറയുകയാ. മടങ്ങിവാ ഉമ്മത്തെ, മടങ്ങിവാ ചെറുപ്പക്കാരാ. സിനിമാ ലോകത്തിൽ നിന്ന്, സീരിയലുള്ള ലോകത്തിൽ നിന്ന്, ഹറാമിന്റെ ഫസാദിന്റെ ലോകത്തിൽ നിന്ന് മടങ്ങിവാ പ്രിയപ്പെട്ടവരെ. കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഗീബത്തും നമീമത്തും ഫസാദും പറഞ്ഞിട്ട് ഇല്ല നോമ്പ് ബാത്തിലാക്കാതെ ഇബാദത്തിലേക്ക് മടങ്ങിവാ പ്രിയപ്പെട്ടവരെ. ഒരാളെ പരിഹസിക്കരുത്, ഒരാളെ കുറ്റപ്പെടുത്തരുത്, ഒരാളെ കുറ്റവും കുറവും പറഞ്ഞ് നമ്മുടെ ഇബാദത്തുകൾക്ക് കോട്ടം വരരുത്. അല്ലാഹുവേ അങ്ങനെ ഖബറിന്റെ 1ാമത്തെ ഇടുക്കം അങ്ങനെയാണ്. എല്ലാവർക്കും വരും, എല്ലാവർക്കും. ആരും രക്ഷപ്പെട്ടൂല. ആരാ രക്ഷപ്പെട്ടവര്? ആരാ രക്ഷപ്പെട്ടവര്? ഖബറിന്റെ 1ാമത്തെ ഇടുക്കത്തിൽ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഖബറിന്റെ അവസ്ഥ എന്താന്ന് അല്ലാഹു അലം. അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ഖബറിന്റെ ഉള്ളില്
വെളിച്ചം കിട്ടുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണ്? കുറെ സംഗതി ഉണ്ട്. ഒന്നുണ്ട് ഇൻഷാ അല്ലാഹ് ഞാനത് പറഞ്ഞുതരും. തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിക്കണം, ധൈര്യത്തോടെ ഖബറിലേക്ക് ഇറങ്ങിപ്പോകും. ഉറപ്പാണ്. തഹജ്ജുദ് നിസ്കരിക്കണോണ്, ധൈര്യമായിട്ട് ഖബറിലേക്ക് പോവാം. ധൈര്യമായിട്ട്, ആരും പേടിക്കാൻ. അപ്പൊ എഴുതി വെക്ക് പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ അത്ഭുതങ്ങളിൽ നിന്ന്, ഖബർ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു. ഖബറിന്റെ ഞെരുക്കം, ഖബറിന്റെ കൂട്ടിപ്പിടുത്തം. നമ്മളുണ്ടല്ലോ കുറെ കാലത്തിന് ശേഷം കാണുമ്പോ, കുറെ കാലത്തിന് മോനെ വാടാ എന്ന് പറഞ്ഞിട്ട് പിടുത്തണ്ടല്ലോ. ചില ആളുകളെ ചിലപ്പോ കയ്യനെ കൊടുത്താൽ അസ്സലാമു അലൈക്കും, കൊറോണയ്ക്ക് ആയിട്ട് കുറെ കാലമായി കയ്യൊന്നും തരാതെ ആ കയ്യൊന്ന് കാട്ടിക്കാ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പിടുത്താം. അല്ല ദമ്മിലൊരു പിടുത്താം അല്ലേ? നല്ല ദമ്മില് നല്ല വേദനക്കാരോ. അങ്ങനെയൊന്നും വേദനിപ്പിക്കരുത്. അതൊരു സ്നേഹാണ്. ആ സ്നേഹത്തിന്റെ ഒരു കൂട്ടല് ഖബറും നമ്മളെ കൂട്ടും. അല്ലാഹു ഖബറിന്റെ അദാബിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ ആമീൻ പറയും. ഖബറിന്റെ അദാബിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, ചരിത്രമാണ്, വിശാലമായ ചരിത്രമാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ ഇടുക്കി. സഅദ് റളിയല്ലാഹു അൻഹു ആരാ? ആ ചരിത്രം പറഞ്ഞിട്ടേക്കരം നാളത്തെ വാളിന്റെ തുടക്കം. നാളെ പറഞ്ഞാ വരെ. എന്നാണ് ഇപ്പൊ നല്ല ഉറക്കലുണ്ട്. ഇന്ന് രാവിലെ പ്രോഗ്രാം, ഉച്ചക്കത്തെ പ്രോഗ്രാം. നല്ല ക്ഷീണുണ്ടെന്ന്. അവളെ നല്ല ആക്റ്റീവില് പറയാം. സഅദ് റളിയല്ലാഹുവിന്റെ ചരിത്രം ഇങ്ങനെ പറയുമ്പോ കണ്ണിങ്ങനെ നിറയണം. ഈ പറയുന്നവന്റെ കണ്ണും നിങ്ങളെ കണ്ണും ഇങ്ങനെ നിറയണം. അങ്ങനെയെങ്കിൽ അള്ളാന്റെ അടുക്കൽ നമ്മൾ രക്ഷപ്പെടട്ടെ. അവൻ നല്ല റാഹത്തിൽ പറയണം. നാളെ പറഞ്ഞാ പോരെ. സഅദ് റളിയല്ലാഹുവിന്റെ സൂപ്പർ ചരിത്രമുണ്ട്. അതിങ്ങനെ കേൾക്കുമ്പോണ്ട മനസ്സിലേക്ക് ഇങ്ങനെ ഈമാൻ ഇങ്ങനെ അടിച്ചു കയറും. ഞാൻ നന്നാവാണ്. നമ്മൾ ഈമാൻ വരാൻ വേണ്ടിയിട്ടാണ്, ഈമാൻ കയറാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യണത്. ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞാ പോരെ.